ഹലോ ഡെൻസ്വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കേട്ടോ, ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കുറച്ചാലോ. പാവയ്ക്ക കഴിച്ചാൽ ഷുഗർ പോകുന്നത് നമുക്കറിയാം, പക്ഷേ ഒപ്പം തന്നെ നമുക്ക് കൊളസ്ട്രോളും കൂടി കുറയ്ക്കണ്ടേ. അപ്പോൾ അതിനായിട്ടതാ ഈ ഒരു കറി ആഴ്ചയിൽ 2 പ്രാവശ്യങ്ങളൊന്ന് കഴിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഡാഡി മമ്മിയും ഇതിപ്പോൾ സ്ഥിരം ആഴ്ചയിൽ 2 പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, എങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ട് 2 പാവയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക ഒന്ന് കഴുകിയ ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇരുമ്പുളി നന്നായിട്ട് കഴുകിയ ശേഷം 2ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടാതെ 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ വേപ്പില. ഇനി എളുപ്പപ്പണിയാണ്. അപ്പോൾ അതിനായിട്ട് കുക്കർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ പാവയ്ക്കയും ഇരുമ്പുളിയും പച്ചമുളകും കൂടാതെ വേപ്പിലയും ഇഞ്ചിയും സവാളയൊക്കെ തട്ടിപ്പൊത്തുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മുളകൊക്കെ കൂടുതൽ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ഇവിടെ മുളക് അധികം ആവശ്യമില്ലാത്ത രീതിയിൽ കുട്ടികൾക്കും കൂടി കഴിക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാഞ്ഞത്. അപ്പോൾ നന്നായിട്ട് കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇതാ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായില്ല, കാരണം ഇരുമ്പുള്ളിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇതാ കണ്ടോ, ഒട്ടും വെള്ളമില്ല, ഒരല്പം മാത്രം വെള്ളമുള്ളൂ. ഇനി നമ്മുടെ പാവയ്ക്കൊന്ന് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കുറവുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പ് പിന്നീട് ചേർക്കണം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് കടുകും ഒപ്പം തന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇറക്കാം. ഇനി ചിലർക്ക് വേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഒന്ന് ചേർത്ത് അപ്പോൾ തന്നെ എടുത്ത് മാറ്റാം, കാരണം ബാലൻസ് ആ ഒരു ചൂടിൽ തന്നെ ഇരുന്ന് ഒന്നും കൂടി കുക്കായിക്കോളും. തിരൽപ്പം കുറച്ചതിന് ശേഷം അടുപ്പത്ത് മറ്റൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുക്കറിലുണ്ടായിരുന്ന കറി അത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ 1 പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 1 കപ്പോളം 1 പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 1 പാലായതുകൊണ്ട് തന്നെ നമുക്ക് പാല് തിളയ്ക്കാനായിട്ട് പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ. ഇനി നമുക്ക് എരിവ് ഇത്തിരി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരല്പം കൂടി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇനി കടുക് പൊട്ടിച്ചതും അതുപോലെ വറ്റൽമുളകൊക്കെ മൊരിയിച്ചതും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് നമ്മുടെ ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ കുറയാനുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്കയുടെ അതേ അളവിൽ തന്നെ ഇരുമ്പുളി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ കയ്പും അതുപോലെ തന്നെ പുളിയെല്ലാം ബാലൻസ് ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് റെസിപ്പി ആണെങ്കിൽ പോലും ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേട്ടോ. അതിനടുത്തൊരു തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.